വെൽക്കം ടു പ്രെപ്സ്കെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്താണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് നമ്മൾ എന്താ കേൾക്കുന്നത്, PM ശ്രീ എന്നുള്ളത് അല്ലെ. അപ്പോൾ എന്താണ് ഈ PM ശ്രീ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ഓക്കെ, നമ്മൾ ആ വിവാദങ്ങളെ കുറിച്ചൊന്നും പരിശോധിക്കുന്നില്ല. എന്താണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. ഓക്കെ, ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അപ്പൊ നമുക്കെന്ത് നോക്കാലോ. നിലവിലുള്ള സർക്കാർ സ്കൂളുകൾ മോഡൽ സ്കൂളുകളാക്കി വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിലുള്ള സർക്കാർ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കിയിട്ട് എന്ത് ചെയ്യാം, വികസിപ്പിക്കുക. ഓക്കെ, സർക്കാർ സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, മോഡൽ സ്കൂളുകളാക്കി വികസിപ്പിക്കുന്നു. ഓക്കെ, മോഡൽ സ്കൂളുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഓക്കെ, അപ്പൊ അതാണ് സർക്കാർ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സമഗ്രമായ വിദ്യാഭ്യാസം, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, ഗ്രീൻ ക്യാമ്പസുകൾ, സ്കിൽ ബേസ്ഡ് പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് സമഗ്രമായിട്ടൊരു വിദ്യാഭ്യാസം. ഓക്കെ, ഡിജിറ്റൽ പഠന സൗകര്യങ്ങള്, ഗ്രീൻ ക്യാമ്പസുകള്, സ്കിൽ ബേസ്ഡ് പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്നുള്ളത്. മൂന്നാമത്തെ ലക്ഷ്യം നമുക്ക് നോക്കാം. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്, NEP 2020 പ്രധാന ആശയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളവയാണ്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും കൂടി എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നിലവിലുള്ള സർക്കാർ സ്കൂളുകൾ മോഡൽ സ്കൂളുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. ഓക്കെ, മോഡൽ സ്കൂളുകളാക്കിയിട്ട് വികസിപ്പിക്കുന്നു. പിന്നെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, ഗ്രീൻ ക്യാമ്പസുകൾ, സ്കിൽ ബേസ്ഡ് പഠനം എന്നിവ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള PM ശ്രീ എന്നുള്ള ഈ ഒരു സ്കീം, അതായത് PM ശ്രീ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ ഫീച്ചേഴ്സും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കുക എന്നുള്ളത്. അതിൽ വരുന്ന ആദ്യത്തെ ഒരു ഫീച്ചറാണ് മോഡൽ സ്കൂളുകൾ എന്നുള്ളത്, അല്ലെങ്കിൽ മാതൃകാ സ്കൂളുകൾ. മാതൃകാ സ്കൂളുകൾ? അതെങ്ങനെയാണ്, ഓരോ ജില്ലയിലുമുള്ള ചില സർക്കാർ സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, PM ശ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുക്കും. ഓക്കെ, ഇവ എന്ത് ചെയ്യുന്നു, രാജ്യത്തെ മറ്റ് സ്കൂളുകൾക്ക് മാതൃക ആകും എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അത് മാതൃകാ സ്കൂളുകൾ, മോഡൽ സ്കൂളുകൾ എന്നുള്ളതാണ്. ഓരോ ജില്ലയിലുമുള്ള ചില സർക്കാർ സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, PM ശ്രീ ആയിട്ട് എന്ത് ചെയ്യും, തെരഞ്ഞെടുക്കും. ഇവ രാജ്യത്തെ മറ്റ് സ്കൂളുകൾക്ക് മാതൃക ആകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാലോ. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ബോർഡ്, കമ്പ്യൂട്ടർ ലാബ്, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതാണ്. അതായത് നൂതനമായിട്ടുള്ള പഠന അന്തരീക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള സ്കീമിന് കീഴിൽ എന്ത് ചെയ്യുന്നു, ഓരോ സ്കൂളുകളിലും ഒരുക്കുന്നു എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ്, അത് സ്മാർട്ട് ക്ലാസ്സുകളാണ്. ഓക്കെ, സ്മാർട്ട് ക്ലാസ്സുകള്, ഡിജിറ്റൽ ബോർഡുകള്, കമ്പ്യൂട്ടർ ലാബ്, ഇന്റർനെറ്റ് സൗകര്യം എന്നിവ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള സ്കീമിന്റെ അണ്ടറിൽ തെരഞ്ഞെടുത്തിട്ടുള്ള സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അതായത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീച്ചർ നോക്കാം. അത് ഗ്രീൻ ക്യാമ്പസ് ആണ്. അതായത് പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങള്, സൗരോർജം, മഴവെള്ള ശേഖരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയവ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള സ്കൂളുകളിൽ നടപ്പിലാക്കുന്നു. അതായത് ഗ്രീൻ ക്യാമ്പസ്. ഒരു സ്കൂളിൽ ഗ്രീൻ ക്യാമ്പസ് ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതിൽ പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഉണ്ടാവും, സൗരോർജ്ജം ഉണ്ടാവും, മഴവെള്ള ശേഖരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയവ എന്ത് ചെയ്യുന്നു, സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു, അടിസ്ഥാന സൗകര്യത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തലാണ്. അതായത് അധ്യാപക പരിശീലനം മെച്ചപ്പെടുത്തല്, കുട്ടികളുടെ ഭൗതിക, ശാരീരിക, മാനസിക, നൈതിക വളർച്ച ഉറപ്പാക്കല് എന്നിവയാണ് മറ്റൊരു ഫീച്ചർ. അതായത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുക. ഓക്കെ, നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അധ്യാപകരുടെ പരിശീലനം മെച്ചപ്പെടുത്തലുണ്ട്. പിന്നെ കുട്ടികളുടെ ഭൗതിക, ശാരീരിക, മാനസിക, നൈതിക വളർച്ച ഈ ഒരു സ്കീം വഴി എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സമഗ്ര പഠന രീതി. ഇതിൽ കല, കായികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സ്കിൽ എഡ്യൂക്കേഷൻ എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു, തുല്യ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. സമഗ്രമായിട്ടുള്ള പഠന രീതിയാണ്. അതിൽ കായികമുണ്ട്, കലയുണ്ട്, ശാസ്ത്രമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, സ്കിൽ എഡ്യൂക്കേഷൻ ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നിലവിൽ ഈ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രാധാന്യമായിരിക്കും.
എന്നാൽ PM-ശ്രീ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു, പഠനത്തിനും ഒപ്പം തന്നെ എന്താണ് മറ്റ് കല, കായികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സ്കിൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയിലെല്ലാം എന്താണ് തുല്യ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. അടുത്ത് നോക്കാം, അധ്യാപക വികസനമാണ്. അതായത് അധ്യാപകരുടെ പരിശീലനവും പ്രോത്സാഹനവും എന്തായിരുന്നു ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അധ്യാപക വികസനം എന്നാണ് മറ്റൊരു ഫീച്ചർ. ഇവിടെ എന്താണ് അധ്യാപകരുടെ പരിശീലനവും പ്രോത്സാഹനവും എന്ത് ചെയ്യുന്നു ഉറപ്പാക്കുന്നു. അതായത് എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള എന്താണ് അധ്യാപകർക്ക് എന്താണ് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു അധ്യാപകർക്ക് പരിശീലനം ഉറപ്പാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞുള്ള അധ്യാപകരുടെ വികസനം എന്ത് ചെയ്യുന്നു ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ് മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് അധ്യാപകരെയും ആ രീതിയിൽ എന്ത് ചെയ്യുന്നു പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഫീച്ചർ നമുക്ക് നോക്കാം, സമത്വവും ഉൾക്കൊള്ളലും. ഓക്കെ, സമത്വവും ഉൾക്കൊള്ളലും. ഇത് ഉൾപ്പെടുന്നത് എന്താണ് പെൺകുട്ടികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും എന്താണ് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് സമത്വവും ഉൾക്കൊള്ളലും. എങ്ങനെയാണ് പെൺകുട്ടികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും എന്താണ് പ്രത്യേക സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഈ സ്കീമിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് നോക്കാം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം. എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം? അതെങ്ങനെയാണ് ഇ ലേണിംഗ്, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. എന്താണ് ഇ ലേണിംഗ്, എന്താണ് ഓൺലൈൻ പഠന സംവിധാനങ്ങൾ തുടങ്ങിയവ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ഏതെങ്കിലും തരത്തിൽ എന്താണ് കുട്ടികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എന്താണ് പദ്ധതികളും ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇ ലേണിംഗ്, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മൾ എന്ത് ചെയ്തു പരിശോധിച്ചു. ഇനി ഈ പദ്ധതിയുടെ പരിധി എന്നുള്ളതാണ്. ഓക്കെ, ഈ പദ്ധതി എങ്ങനെയാണ്, ഏതൊക്കെ എന്താണ് നിലവാരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സ്കീം പ്രകാരം 14,500 സ്കൂളുകൾ എന്തെയ്യുന്നു ഇന്ത്യയിലാകെ എന്താണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു PM-ശ്രീ സ്കീം പ്രകാരം എന്ത് ചെയ്യുന്നു രാജ്യത്താകമാനം എന്താണ് 14,500 സ്കൂളുകൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലാകെ എന്താണ് PM-ശ്രീ സ്കൂളുകളായിട്ട് എന്ത് ചെയ്യുന്നു വികസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഭാഗമായിട്ട് 2 കോടി വിദ്യാർത്ഥികൾക്ക് എന്താണ് നേരിട്ട് ഇതിന്റെ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് 2 കോടി വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള സ്കീമിന്റെ എന്താണ് ഗുണം നേരിട്ട് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസികൾ, പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി എന്നുള്ളത്. ഇത് കൂടാതെ എന്താണ് കേന്ദ്രീയ വിദ്യാലയ സംഗീതമുണ്ട്, നമ്മുടെ KVs ഉണ്ടല്ലോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അവയുണ്ട്. പിന്നെ എന്താണ് നവോദയ വിദ്യാലയങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, നവോദയ വിദ്യാലയ സമിതി ഉണ്ട്. പിന്നെ എന്താണ് പറയേണ്ട CBSE ഉണ്ട്. കൂടാതെ എന്താണ് സംസ്ഥാന സർക്കാരുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് എന്ത് ചെയ്യുന്നത് PM-ശ്രീ എന്നുള്ള ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട എന്താണ് നടപ്പിലാക്കുന്ന ഏജൻസികളാണ് എന്ത് നമ്മുടെ എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, KVC, NVC, പിന്നെ എന്താണ് CBSE ഉണ്ട്. പിന്നെ എന്താണ് അത് കൂടാതെ എന്താണ് പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്കീമിന്റെ മുദ്രാവാക്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഓക്കെ, schools that inspire excellence, schools for rising India എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് schools that inspire excellence, school for rising India എന്നുള്ളതാണ് എന്താ ഇതിന്റെ മുദ്രാവാക്യം. ഈ ഒരു സ്കീമിന്റെ എന്താണ് മുദ്രാവാക്യം എന്നുള്ളത് എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളാണ്. ഈ വിവാദങ്ങളിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ പങ്ക് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സംസ്ഥാനങ്ങളുടെ പങ്ക് നമുക്കറിയാം. അതായത് എന്താണ് പ്രധാനപ്പെട്ട BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം എന്താണ് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യമേ എന്താണ് ഈ ഒരു സ്കീമിന്റെ ഈ ഒരു പദ്ധതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചേർന്നിട്ടുണ്ട്. എന്നാൽ പഞ്ചാബ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റുകൾ എന്താണ് ഈ ഒരു പദ്ധതിയിൽ നിലവിൽ എന്താണ് ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പദ്ധതിയിൽ ചേർന്നിട്ടില്ല. അതായത് ഈ ഒരു പദ്ധതിയുമായിട്ട് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത് എന്താണ് MOU എന്ത് ചെയ്യണം സൈൻ ചെയ്യണം. അപ്പൊ എന്താണ് ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ എന്താണ് ഈ ഒരു MOU എന്തിട്ടില്ല സൈൻ ചെയ്യില്ല. എന്നാൽ കേരളം എന്ത് ചെയ്തു ഈ അടുത്ത് ഈ ഒരു MOU എന്ത് ചെയ്തു സൈൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, കേരളം എന്ത് ചെയ്യുന്നു ഈ ഒരു MOU സൈൻ ചെയ്യുന്നു. ഓക്കെ, ഇത് സൈൻ ചെയ്യാത്ത പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളൊക്കെ എന്താണ് പഞ്ചാബ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നിവയാണ്. ഓക്കെ, പിന്നെയാണ് ഇതിന്റെ നെക്സ്റ്റ് വിവാദമാണ് ഇതിന്റെ കേന്ദ്ര നിയന്ത്രണം. ഓക്കെ, കേന്ദ്ര നിയന്ത്രണം നമുക്കറിയാം എന്താണ് ഇതൊരു
സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കേന്ദ്രത്തിനാണ് ഇതിന്റെ ഒരു നിയന്ത്രണം എന്നുള്ളത്. ഓക്കെ, കേന്ദ്രത്തിനാണ് എന്താണ് ഇതിന്റെ ഒരു നിയന്ത്രണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്കീമിൽ ചേരാത്തത് കൊണ്ട് തന്നെ പല സ്റ്റേറ്റുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് SSA സർവശിക്ഷാ അഭിയാൻ ഉണ്ടല്ലോ, SSA സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് കേന്ദ്രം നൽകേണ്ട എന്താണ് ഫണ്ടുകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ കേന്ദ്രത്തിന്റെ എന്താണ് ഒരു നിയന്ത്രണം എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാനങ്ങളുടെ മുകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഫണ്ടിങ്ങിന്റെ ഒരു പ്രശ്നമാണ് നെക്സ്റ്റ് എന്നുള്ളത്. അടുത്ത എന്താണ് വിഭാഗത്തിലുള്ള ഒരു ആധാരം എന്താണ്, അത് ഇതിന്റെ ഫണ്ടിങ്ങിനുള്ള പ്രശ്നമാണ്. ഫണ്ടിങ് നിലവില് സംസ്ഥാനങ്ങൾ 60-40 എന്നുള്ള രീതിയിലാണ്. അതായത് 60% ഫണ്ട് എന്ത് ചെയ്യുന്നു, കേന്ദ്രം തരും, പിന്നെ എന്താണ് 40% എന്ത് ചെയ്യുന്നു, സംസ്ഥാനങ്ങൾ വഹിക്കുന്നുള്ളത്. അതായത് നമ്മുടെ സ്റ്റേറ്റുകൾ പ്രധാനപ്പെട്ട നമുക്ക് എന്ത് ചെയ്യാം, യൂണിയൻ ടെറിട്ടറി എന്നും സ്റ്റേറ്റുകളിൽ നിന്നും തിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് യൂണിയൻ ടെറിട്ടറി, സ്റ്റേറ്റുകൾ. അപ്പൊ യൂണിയൻ ടെറിട്ടറി, അതായത് നമ്മുടെ നിയമസഭകൾ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിൽ എന്താണ് 100% ഫണ്ടിങ് എവിടെ ആര് ചെയ്യും, അത് കേന്ദ്രം ചെയ്യും. ഓക്കെ, അല്ലാതെ എന്താണ് നിയമസഭകളിലെ യൂണിയൻ ടെറിട്ടറികളിലും മറ്റ് സംസ്ഥാനങ്ങളിലും എന്താണ് ഈ പറഞ്ഞുള്ള 60-40 എന്നുള്ള റേഷ്യോയിലാണ് ഇതിന്റെ ഒരു ഫണ്ടിങ് ഉള്ളത്. കൂടാതെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ അത് 90-10 എന്നുള്ള രീതിയിലാണ്. 90-10 എന്നുള്ള രീതിയിലാണ് നോർത്ത് ഈസ്റ്റേൺ എന്താണ് ഹിമാലയൻ സ്റ്റേറ്റുകളിലും എന്താണ് ഇതിന്റെ ഒരു ഫണ്ടിങ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ 90-10 എന്നുള്ള രീതിയിൽ എന്താണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും എന്താണ് ഹിമാലയൻ സ്റ്റേറ്റുകളിലും ഈ ഒരു ഇതിന്റെ ഫണ്ടിങ്, അതായത് ഏത് രീതിയിലാണ് ഇതിന്റെ ഫണ്ടിങ് എന്നുള്ളത് എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഫണ്ടിങ്ങിനുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്, ഈ ഒരു രീതിയിലുള്ള സ്കീം എന്താണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യണം, നിലവിലുള്ളതിൽ നിന്നും മാറിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതായത് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പുതിയ പദ്ധതിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സംസ്ഥാനങ്ങളും പ്രത്യേകമായ രീതിയിൽ എന്താണ് 40% അല്ലെങ്കിൽ 10% എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, ഫണ്ട് എന്താണ് അധികമായിട്ട് ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. ഇതാണ് മറ്റൊരു എന്താണ് വിഭാഗത്തിനുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് വിഭാഗത്തിനുള്ള ഒരു കാരണം. ഇനി മറ്റ് സ്കൂളുകളുടെ അവഗണന എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു 14,500 സ്കൂളുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പോഴെന്താണ് ഒരു സംസ്ഥാനത്ത് തന്നെയുള്ള അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയുള്ള മറ്റ് സ്കൂളുകളിൽ നിന്നാണ് ഒരു തരത്തിലുള്ള അവഗണന എന്താണ് ലഭിക്കും, അല്ലെങ്കിൽ അവയോട് എന്താണ് ഒരു അവഗണന കാണിക്കും എന്നുള്ളത് മറ്റൊരു എന്താണ് വിഭാഗത്തിലുള്ള ഒരു വിഷയമാണ്. ഓക്കെ, എന്താണ് മറ്റ് സ്കൂളുകളോടുള്ള എന്താണ് ഒരു അവഗണന എന്നുള്ളത്. നമ്മൾ പറഞ്ഞു എന്താണ് 14,500 സ്കൂളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് രാജ്യത്ത് എന്താണ് മറ്റു സ്കൂളുകളുണ്ട്. അപ്പൊ ആ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരിക്കും, ആ സ്കൂളുകളുടെ അവഗണന ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരു വിവാദത്തിനുള്ള കാരണം എന്നുള്ളത്. ഓക്കെ, പിന്നീടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ രാഷ്ട്രീയവൽക്കരണവും അധ്യാപക പ്രശ്നങ്ങളും. ഓക്കെ, അധ്യാപക സംഘടനകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെന്താണ് ഈ ഒരു സ്കീമിനെ എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അതാണ് എന്താണ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള സ്കീം എന്താണ്, ഓക്കെ, PM ശ്രീ എന്നുള്ള ഈ ഒരു സ്കീം എന്താണ്, അപ്പൊ ഇതിന്റെ എന്താണ് വിവാദത്തിന് കാരണമായിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് PM ശ്രീ എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇതുള്ള മറ്റൊരു വിഷയവുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു എന്താണ് വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി.